കഴിഞ്ഞ ദിവസം വിജയ് ആ സമരരംഗത്തേക്ക് പോയിരുന്നു. അദ്ദേഹം ഒരു വാനിൽ ഇങ്ങനെ മുകളിൽ ടോപ്പൊക്കെ തുറക്കാവുന്ന വാനിൽ ചെന്നിട്ട് അവിടെ ഈ സമരക്കാരെ അഭിസംബോധനയൊക്കെ ചെയ്തിരുന്നു. അങ്ങോട്ട് പോകാനുള്ള അനുമതി ലഭിച്ചില്ല. അദ്ദേഹത്തിന് ആദ്യം അനുമതി നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ് DMK-യുടെ സ്വഭാവം, എനിക്കവിടെ പോകാൻ അനുമതി നൽകുന്നില്ല, ഞങ്ങളുടെ നോട്ടീസ് വിതരണം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് വിജയ് ആരോപിക്കുന്നത്. പക്ഷെ വിജയ് അവിടെ പോയിട്ട് ഇപ്പം തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഭൂമിയുള്ള സ്ഥലമാണ്, കേരളം പോലെയല്ല. എന്ന് മാത്രമല്ല ഗ്രാൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വലിയ അനുകൂല സാഹചര്യമുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ പോയിട്ട് വിമാനത്താവളത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മൾ കാണുന്ന സീനാണ്. ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഈ ഗ്രാമവാസികൾക്ക് വേണ്ടി രക്ഷക വേഷത്തിലെത്തി ഈ വലിയ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾ, കോർപ്പറേറ്റുകൾ അവർക്കെതിരെ സമരം ചെയ്യുന്ന നായകനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ ആ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം ഇവിടെ പോയിട്ട് തന്നെ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വികസന പദ്ധതികൾക്കെതിരല്ല, പക്ഷേ ഈ കൺസേൺസ് പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ട്രാക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് എന്താണ് തമിഴ്നാട്ടിൽ വിറ്റഴിക്കാൻ പറ്റുന്ന പൊളിറ്റിക്സ് എന്ന് അദ്ദേഹത്തിന് ആ ട്രാക്ക് കിട്ടി, ആ ലൈൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ വരാൻ പോകുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ്, AIDMK TVK ഒരു സഖ്യം ഉണ്ടാവുക എന്നുള്ളത് DMK കുറച്ച് ക്ഷീണമുണ്ടാക്കിയേക്കാം. കാരണം AIDMK ഇപ്പോൾ ഓൾറെഡി ഒരു 23% വോട്ടൊക്കെ ഉള്ളൂ. അവർ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഒരു സഖ്യത്തിന് സാധിച്ചേക്കാം. അതേസമയം AIDMK BJP സഖ്യമാണ് വരുന്നതെങ്കിൽ TVK ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അത് DMK ഗുണമാണ് ചെയ്യുക. DMK വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനാണ് കൂടുതൽ ഇടയാക്കുക.